അടുത്തത് സ്നേഹാലയത്തിന്റെ ശക്തിയും ചൈതന്യവും ഞങ്ങളുടെ എല്ലാമായ RK സാറിന്റെ ബ്രിഗേഡിയർ RK മേനോന്റെ മറുപടി പ്രസംഗം. സുഹൃത്തുക്കളെ, പ്രസംഗിക്കാൻ എനിക്കറിയില്ല, പ്രവർത്തിക്കാനേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. മരിച്ചുപോയ എന്റെ അച്ഛനും അമ്മയ്ക്കും അവരുടെ അവസാന നാളുകളിൽ അവരാഗ്രഹിച്ചിരുന്ന എന്റെ സാമീപ്യവും ശുശ്രൂഷയും നൽകുവാൻ എനിക്ക് കഴിഞ്ഞില്ല. ആ കുറ്റബോധം എന്നിൽ വരുത്തിയ പരിവർത്തനം, അതിനുള്ള പ്രായശ്ചിത്തം, അങ്ങനെയാണ് ഈ സ്നേഹാലയം ഞാൻ ആരംഭിക്കുന്നത്. ഇവിടുത്തെ ഓരോ അന്തേവാസികളിലും ഞാൻ കാണുന്നത് എന്റെ അച്ഛനമ്മമാരെ തന്നെയാണ്. ജീവിതത്തിന്റെ സായാഹ്നത്തിൽ ഇവർക്ക് നൽകാൻ കഴിയുന്ന ഈ ശുശ്രൂഷയും സ്നേഹവും പരിചരണവും എന്റെ ഏറ്റവും വലിയ ഭാഗ്യവും നേട്ടവും സായുജ്യവുമായി ഞാൻ കരുതുന്നു. അവരുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന സംതൃപ്തി ഏറ്റവും വലിയ ചാരിതാർത്ഥ്യമായി. താങ്ക് യു. പ്രസംഗത്തി പറഞ്ഞതൊക്കെ നേരത്തെ 3 നേരം ഭക്ഷണം, കിടക്കാൻ അടച്ചുറപ്പുള്ള മുറി, മരുന്നിന് മരുന്ന്. എന്താ പോരെ? ഇതൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഉച്ചത്തിൽ ഒരു കോട്ടുവാ ഇടാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ? ഈ വയസ്സുകാലത്ത് അവനവന്റെ ഇഷ്ടപ്രകാരം എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം അതില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? ഇവിടത്തെ ഈ പട്ടാളച്ചുട്ട അതിന്റെ വിമിഷ്ടം കുറച്ച് കടുപ്പം തന്നെയാണേ. പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ പോലും ഇങ്ങനെ കാണൂല. ദുരിതം തന്നാണേ. മണിയടിക്കുമ്പോ ചോറ്, മണിയടിക്കുമ്പോ ഉറക്കം. വന്ന് വെളിക്കിറങ്ങണമെങ്കിൽ വരെ മണിയടി വെച്ച കേൾക്കണമെന്നായി. 5ഉം 10ഉം ദിവസം കൂടുമ്പോ നമ്മൾ തമ്മിൽ ഇത് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? നമുക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ള കാര്യം വല്ലതും അദ്ദേഹം അറിയുന്നുണ്ടോ? പടച്ചോനെ, അപ്പൊ ഞമ്മക്കിവിടെ പരമസുഖണെന്നായിരിക്കും മൂപ്പരുടെ ധാരണ. അല്ലെന്നാരെങ്കിലും പറയാതെ അങ്ങനെ അറിയാന്? കാർത്യാനിയമ്മ പറഞ്ഞത് നേരാണ്. അത് നമ്മൾ പറഞ്ഞാലല്ലേ അത് അറിയൂ. നമ്മുടെ പ്രയാസങ്ങൾ നമ്മൾ തുറന്നങ്ങ് പറയണം. അതിനോട് ഞാൻ ശക്തിയായി യോജിക്കുന്നു. പറയുക തന്നെ വേണം. അത് മുഖത്ത് നോക്കി പറയണം. അതിൽ അന്യഥാ കരുതേണ്ട കാര്യമൊന്നുമില്ല. നേരാ, പറയാ തന്നെയാ വേണ്ടത്. എന്നെന്നെയാണ് ഇപ്പോ ഞമ്മക്കും തോന്നണത്. ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയാ പറ്റൂല. പക്ഷെ അത് ആര് പോയി പറയും? എന്റെ നോട്ടത്തില് കാര്യങ്ങൾ അതിന്റെ ഇണക്കത്തിന് പറയാൻ പറ്റിയ ആള് പിഷാരടി തന്നെയാ. വാസ്തവം. താൻ പറഞ്ഞാലേ അത് ശരിയാവും. ഞാനോ? താൻ തന്നെ. ഓഹോ, അതിനെന്താ, ഞാൻ പറയാം. ഞാൻ അവിടെ ചെന്ന് കാര്യകാരണ സഹിതം വിശദീകരിച്ച് ബോധ്യപ്പെടുത്താം. അതിപ്പോ ബ്രിഗേഡിയർ സാറിൻ്റെന്നല്ല, സാക്ഷാൽ ഇന്ത്യൻ പ്രസിഡന്റിന്റെ മുമ്പിലാണെങ്കിലും പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു മനഃശാഞ്ചല്യമില്ല. അല്ല, അതിനെ വൈകിക്കണ്ട, ഇപ്പൊ തന്നെ ആയിക്കളയാം. നേരെ ചെല്ലുന്നു. അതെ, നേരെ RK സാറിന്റെ അടുത്ത് ചെല്ലുന്നു. മുഖത്ത് നോക്കി പറയുന്നു, നോക്കുക, ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എല്ലാവരുടെയും പ്രതിനിധിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പറഞ്ഞോളൂ. പറയൂ. ഒന്നുമില്ല. അത് പിന്നെ ഞാൻ ഇവിടെ വെച്ച് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വരൂ, രാവിലേക്ക് പോവാം. എവിടെ വെച്ച് പറഞ്ഞാലെന്താ, ഒരു ബുദ്ധിമുട്ടുമില്ല. അല്ല, അങ്ങയുടെ ആ പ്രസംഗത്തെ പറ്റി ഞങ്ങൾ ഇവിടെ ഒന്ന് ചർച്ച ചെയ്യുകയായിരുന്നു. അങ്ങ് ആ പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, സ്വന്തം അച്ഛനെയും അമ്മയുമാണ് ഞങ്ങളിലൊക്കെ കാണുന്നതെന്ന്. അത് കേട്ടപ്പോ കണ്ണ് നിറഞ്ഞുപോയി, മനസ്സുരുകിട്ടേ. അതൊന്ന് പറയണല്ലോ. അത്രേ ഉള്ളൂ. 7:30 മുഴങ്ങുന്ന ബില്ല് എന്തിനുള്ളതാണെന്ന് അറിയാമല്ലോ? അത്താഴത്തിന്റെ. ചെല്ലു. ഗുരുവായൂരപ്പ. അതേ, പ്രസംഗത്തിൽ പറയണ കേട്ടട്ടെ കണ്ണ് നിറഞ്ഞു അത്രേ, മനസ്സുരുകിട്ടേ. സായിപ്പിനെ കാണുമ്പോ കവാത്ത മുറക്കൊന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. എന്റെ നാവ് പൊന്തിയില്ല.
സമ്മതിച്ചു. പിന്നുള്ളവർക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ നാക്ക്, അതൊക്കെ എടുത്തൊന്ന് പെരുമാറായിരുന്നില്ലേ? എന്തിനാ വെറുതെ തർക്കിക്കണേ? ആർക്കെ സാറിന്റെ മുഖത്ത് നോക്കി ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. നേരാണ്. പെണ്ണും കെട്ടിയിട്ടില്ല. ഒരു മനുഷ്യപ്പറ്റില്ലാത്ത സമ്പ്രദായമാണ് സാറിന്. നമ്മുടെ വിധി എന്ന് പറഞ്ഞാ മതിയല്ലോ. അതെ വിധിയെ കുറിച്ചൊക്കെ പിന്നെ പറയാം. ഇപ്പൊ വെട്ടി വാരി വിഴുങ്ങ്. നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാങ്കരാകായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ എല്ലാരും ഗുളിക കഴിക്കണം. ഈ ഗുളിക കഴിക്കാതെ തന്നെ എനിക്ക് ഉറക്കം വരും എന്റെ തങ്കമണി. പറ്റില്ല, ഗുളിക കഴിച്ചുറങ്ങണമെന്നാണ് നിയമം. എന്റെ പൊന്നു കുഞ്ഞെ, എനിക്ക് ഉറങ്ങാറായിട്ടില്ല. ഞാൻ അല്പം കൂടി ഇരുന്ന് നാമം ചൊല്ലിക്കോട്ടെ. മന്ദാകിനി എപ്പോൾ ഉറങ്ങണമെന്നും എപ്പോ ഉണരണമെന്നും നിശ്ചയിക്കുന്ന ആർക്കെ സാറാണ്. അപ്പൊ പിന്നെ ഒന്നും പറയാൻ പറ്റൂല്ലോ. എന്റെ ഗുളിക ഇങ്ങ് തന്നിരുന്നു. അയ്യടാ, ആർക്കേടാ ഗുളിക? എന്നാ പിന്നെ എന്ന് കിടന്ന് ഉറങ്ങിക്ക കേട്ടോ, ഉറങ്ങിക്ക. എല്ലാരും വരി, വരി, വരിയായി നിക്കേ, വരിയായിട്ട് വരി തെറ്റരുത്. ആരും സ്പീഡ് കുറയ്ക്കാൻ പാടില്ല. കൃത്യം 15 മിനിറ്റ് കൊണ്ട് കണിയാൻപാറയിലെത്തണം. 15 മിനിറ്റ് കൊണ്ട് തിരിച്ച് നടന്ന് ഇവിടെയും എത്തണം. ബ്രിസ്ക് വാക്കിംഗ്. എങ്കിലേ വ്യായാമം കൊണ്ട് പ്രയോജനം ഉണ്ടാകൂ. കൈയും കാലും മുമ്പോട്ടും പുറകോട്ടും ആഞ്ഞ് വീശി നല്ല സ്മാർട്ടായിട്ട് നടക്കണം കേട്ടോ. എങ്കില് സന്ധി ബന്ധങ്ങളൊക്കെ ഒന്ന് ഇളകി ഇളകി അസ്ഥ്യം ഊരിപ്പോവും. ഞാൻ പോലീസിലുണ്ടായിരുന്നപ്പോഴെങ്ങനെ ഇവന്റെ കൈ കിട്ടുന്നെങ്കിലേ ഒരു ഇടിക്ക് തയ്യില്ല. നീ ഒന്ന് പോടാ ചേർക്കാം. ഞങ്ങളെ സന്ധിബന്ധം പഠിപ്പിക്കാൻ വന്നേക്കണം. ആയ കാലത്ത് ഞങ്ങളൊക്കെ അസലായിട്ട് പണിയെടുത്തവരാ. നിന്നെ പോലെ കള്ളച്ചാപ്പാടടിച്ച് നടന്നതല്ല. സംസാരിച്ചുകൊണ്ട് നടന്ന വ്യായാമത്തിന്റെ ഫലം കിട്ടിയില്ല. സ്പീഡ് കുറച്ചാൽ നടന്നെടുത്തുന്ന തന്നെ വീണ്ടും നടത്തിക്കും. കാല് കടഞ്ഞിട്ടാണ് ചീഫ. ആ കടച്ചില് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ നടത്തം. കിതയ്ക്കുന്ന നല്ലതാണ്. ലങ്സിന്റെ പ്രവർത്തനത്തിനും ഹാർട്ടിന്റെ. ആർക്ക് നല്ലതാണെന്ന്? എനിക്കോ അതോ തനിക്കോ? നടക്ക്. സ്പീഡ് സ്പീഡ് വേഗം.